ഗൈസ്, ഇപ്രാവശ്യം ഞാൻ വെറൈറ്റി സാധനമായിട്ടാണ് വന്നേക്കണേ. ഭയങ്കര വെറൈറ്റി ഒന്നും അല്ല. ഇതിന് മുന്നേ ഞാൻ ഈ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ കളർ ഇതല്ലെന്ന് മാത്രം. ഇതാണ് പീച്ച് ഫ്രൂട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പീച്ച് വാങ്ങിച്ച് മുറിച്ചപ്പോഴേക്കും ആൾക്കാർ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇത് പഴുത്തിട്ടില്ല, പഴുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിന്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തെടുക്കാന്ന്. പക്ഷെ ഇപ്രാവശ്യം നല്ലപോലെ പഴുത്ത പീച്ചാണ് കേട്ടോ. അപ്പൊ മുറിക്കുമ്പോ തന്നെ എനിക്കത് ഫീൽ ആയിട്ടുണ്ടായിരുന്നു, നല്ലപോലെ പഴുത്തിട്ടുണ്ട് എന്ന്. കളറിൽ മാത്രമല്ല, മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇതിന്റെ അകത്തെ ടെക്സ്ചർ എന്നും. റെഡ് പീച്ചിന് വരുന്ന സീഡും യെല്ലോ പീച്ചിന് വരുന്ന സീഡും രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് വൈസും വ്യത്യാസം ഉണ്ടെന്ന് എനിക്കൊരു തോന്നല് തോന്നി. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ആ ഒരു ക്യൂരിയസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് വാങ്ങിച്ചപ്പോഴേക്കും ഇത്രയും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇത് നല്ലപോലെ പഴുക്കണം, അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും, നല്ല മധുരം ഒഴിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്ര മധുരം ഒന്നും ഫീൽ ചെയ്തില്ല. ഇതിപ്പോ നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ മേടിച്ചിട്ട് ഞാൻ 2-3 ദിവസം അങ്ങനെ പഴുക്കാൻ വേണ്ടി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞ കളർ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കഴിച്ചത് പിങ്ക് കളറാണ്. നല്ലപോലെ പഴുത്തിട്ടുണ്ട്, പക്ഷെ മധുരമൊന്നും അങ്ങനെ ഇല്ല. എന്തോ ഒരു ഫ്രൂട്ട് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എക്സാക്ട് എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതിന് മുന്നേ നമ്മൾ കഴിച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് പറയാം, പ്ലം ഇല്ലേ, പ്ലം, മധുരമില്ലാത്ത പ്ലം ഇല്ലേ, അത് കഴിക്കുന്ന പോലെയുണ്ട്. എക്സാക്ട്ലി മധുരമില്ലാത്ത പ്ലം കഴിക്കുന്ന ഫീലിംഗ്, അത്രേ ഉള്ളേ.